പാടി 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 അവസാനം പാട്ടില്ലാതായി എന്ന് പറയുന്ന രീതിയിലാണ് തൊഴിലുറപ്പ് പദ്ധതി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ എന്താണ് വി ബി റാംജി റാമൊക്കെ സ്പീക്കിംഗ് എന്ന് പറയുന്ന പദ്ധതിയൊക്കെ വന്ന് എന്തായാലും 6 മാസമെങ്കിലും എടുക്കും ഇതിനെതിരെ ഇത് വരാനായിട്ട്. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സമ്പൂർണ്ണമായി വരാൻ ഇനി ഒരു 6 മാസക്കാലമെങ്കിലും എടുക്കും. ഈ 6 മാസം വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ ഗുരുതരമായ തൊഴിലില്ലായ്മ ആണ്. തൊഴിൽ കൊടുക്കുന്നില്ല, ആളുകൾക്ക് തൊഴിൽ കൊടുക്കേണ്ട സമയത്ത് തൊഴിൽ കൊടുക്കാതെ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയത്ത് അത് നടക്കുന്നില്ല. വി ബി ഗ്രാം ജി ആക്ട് എന്ന് പറഞ്ഞ് പുതിയൊരു ആക്റ്റ് എല്ലാം കൊണ്ടുവന്നു. പക്ഷേ ആക്റ്റ് എല്ലാം കൊള്ളാം എന്തായാലും, പക്ഷേ 90,000 കോടി രൂപ ബഡ്ജറ്റിലും വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30,000 കോടി രൂപ ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പുതിയ പദ്ധതി എന്ന് പറയുന്നത് വളരെ വളരെ വലിയ പ്രശ്നമാണ്. വി ബി റാംജി പദ്ധതി ഉടൻ നടപ്പിലാക്കാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നാളിതുവരെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ വലിയ തോതിലാണ് ഈ തൊഴിലുറപ്പ് പരിപാടിയിൽ ഇത് കാണുന്നത്. കാരണം പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായി തൊഴിലുറപ്പിൽ കൃത്യമായ നടക്കുന്നില്ല, പണി നടക്കുന്നില്ല. പല സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. കേരളത്തിലാണെങ്കിൽ 1.5 മാസത്തോളമായി ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണി നടക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VBGRAMG വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ ഇട്ട് എല്ലാം കൊള്ളാം. എന്തായാലും 2026-27 സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആക്ഷൻ പ്ലാനും ലേബർ ബഡ്ജറ്റും ലേബർ കോഡുമൊന്നും ലേബർ ബഡ്ജറ്റും അംഗീകരിച്ചിട്ടില്ല. 2024 ഏപ്രിലിൽ 2,81,614 തൊഴിൽ ദിനങ്ങൾ കേരളത്തിൽ കൊടുത്തെങ്കിൽ 25-ൽ 5,78,705 തൊഴിൽ ദിനങ്ങൾ നൽകാൻ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഏപ്രിൽ 23 വരെ, അതായത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ, ഇന്നിപ്പോൾ 28 ആവുന്നു, 29 ആവുന്നു, 28 ആവുന്നു, ഏപ്രിൽ 23 വരെ 83,911 1 ലക്ഷത്തിന് താഴെയുള്ള ആളുകൾക്ക് തൊഴിൽ ദിനങ്ങൾ മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 16 ലക്ഷം ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമാണ്. 1,600 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന രീതിയിലാണ് തൊഴിലുറപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്നുള്ള നിലയിലാണ്. നേരത്തെ ഇത് 90-10 ആയിരുന്നു. എന്തായാലും തൊഴിലുറപ്പ് വേതനം കൂട്ടിയിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് തൊഴിലുറപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് വളരെ വലിയ ബാധ്യതയാണ് തൊഴിലുറപ്പ് കൊടുക്കുന്നത്. പക്ഷേ മാത്രമല്ല അത് സമയത്ത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും, നമ്മുടെ മാത്രം സംസ്ഥാനങ്ങളല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും പണം മുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. നമ്മുടെ സംസ്ഥാനത്തും തൊഴിലുറപ്പിനെ സംബന്ധിച്ച് വളരെ വലിയ പ്രശ്നങ്ങളുണ്ട്. 16 ലക്ഷം കുടുംബങ്ങൾക്കായി 1,010 കോടി രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർച്ച് 31 വരെ തൊഴിലാളികൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് 1,010 കോടി രൂപ. 2025 16 ലക്ഷം കുടുംബങ്ങൾക്കാണ് കൂലി സംസ്ഥാനത്തിന് കൊടുക്കാനുള്ളത്. ഭരണ ചിലവായ തുക കിട്ടിയിട്ടുണ്ട്, അതും കിട്ടേണ്ടതുണ്ട്. ലേബർ ബഡ്ജറ്റും പദ്ധതിക്കായുള്ള തുകയും ഓരോ വർഷവും ഇതിനു പുറമെ വെട്ടിച്ചുരുക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പുകയായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി പോകുന്നത്. രാജ്യത്താകെ 30,000 കോടി രൂപയിലധികം കുടിശ്ശിക തൊഴിലുറപ്പ് നിയമം തന്നെ കുടിശ്ശികയുണ്ട് രാജ്യത്ത്. അപ്പോൾ ഇതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. തൊഴിലവകാശം ഇല്ലാതാക്കി പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് തൊഴിലുറപ്പ് പദ്ധതി മാതൃകാപരമായി ചെയ്യുന്ന സംസ്ഥാനങ്ങളെപ്പോലും ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് വലിയ ആക്ഷേപം വന്നിട്ടുള്ളത്. 100 തൊഴിൽ ദിനങ്ങൾ നൽകുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. കേരളത്തിലും 60-65 ദിവസം മാത്രമേ തൊഴിൽ ദിനങ്ങൾ നൽകുന്നുള്ളൂ. അതുപോലെ തന്നെ നഗരങ്ങളിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയും ആദിവാസി കുടുംബങ്ങൾക്ക് 200 ദിവസം കൊടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ കേരളത്തിലുണ്ട്. ഇതെല്ലാം പേപ്പറിലും കടലാസിലുമൊക്കെ കിടക്കുന്നതല്ലാതെ വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. എന്തായാലും കേരളത്തിൽ 1,000 കോടി രൂപയെങ്കിലും ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. പണിയില്ലാതെ തൊഴിലാളികൾ വളരെ കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇത് വലിയ ബാധ്യതയാണ് ഉള്ളത്. ഇതിനിടയിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കരുതെന്ന് പറയുന്ന ഒരു കഥയും പറയുന്നുണ്ട്. കേരള സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് വലിയ സാമ്പത്തിക ബാധ്യത വരും. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ
ഈ ബാധ്യത സർക്കാർ എടുക്കണമെന്നൊക്കെയുള്ള വാദമൊക്കെ വരുന്നു. പക്ഷേ അതിനകത്തൊന്നും ഒരു കാര്യമില്ല. എന്തായാലും തൊഴിലാളികൾക്ക് കൂലി കൂട്ടിക്കൊടുക്കും. 125 ദിവസം പണി ആക്കുന്നു, 100 ദിവസത്തെ 125 ദിവസം പണിയാക്കുന്നു, കൂട്ടിക്കൊടുക്കും, കൂലി കൂട്ടിക്കൊടുക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിന് വന്നിട്ടില്ല. 5-6 മാസം കൂടെയൊക്കെ സമയമെടുക്കും. ആ സമയത്ത് ഏത് പ്രോജക്റ്റാണ് തൊഴിലുറപ്പിലൊരു 30 കോടിയാണ് വച്ചിരിക്കുന്നത്, ആ 30 കോടി കൊണ്ട് ഇത് തീരുകയുമില്ല. എന്നാൽ പിന്നെ അപ്പുറത്ത് 900 കോടി വെച്ചിട്ടുണ്ട്. ഈ BB ജറാമിലും 900 കോടി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പണം കിട്ടാൻ ഇനിയും സമയമെടുക്കും. അതുപോലെ GPS സംവിധാനം ശക്തിപ്പെടുത്തുന്നത് കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. GPS സംവിധാനം ശക്തിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായ തൊഴിലാളികൾക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു ഇളവോ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. കംപ്ലീറ്റ് GPS സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അത് മെഷീനാണ്, മെക്കനൈസ് ചെയ്ത് പോകുന്ന സിസ്റ്റമാണ്. നമ്മൾ കേരളം പോലുള്ള സ്ഥലത്ത് കാടും പടപ്പും ഒക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ മൊബൈലും പിടിച്ച് GPS പിടിച്ച് പോയി പണി ചെയ്യുക പ്രായോഗികമല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. എന്തായാലും ഇതിനിടയിലാണ് ജീവനക്കാർ 5000-ഓളം വരുന്ന ജീവനക്കാർക്ക് കൂലി കൂട്ടി കൊടുക്കാത്ത, ശമ്പളം കൂട്ടി കൊടുക്കാത്തതിൻ്റെ ഒരു ഫ്ലാറ്റ് റേറ്റിൽ 10% കൊടുത്തോളൂ എന്നുള്ള പരാതി. ചുരുക്കത്തിൽ ജീവനക്കാരായാലും കൂലി എടുക്കുന്ന തൊഴിലാളികളായാലും തൊഴിലുറപ്പ് പദ്ധതി അനാകർഷകമായി അല്ലെങ്കിൽ അത് ആകർഷകമല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്.